ഒമാനിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് മലയാളം വിഭാഗം കുട്ടികൾക്കായി ഡിബേറ്റ് സംഘടിപ്പിച്ചു. മലയാള ഭാഷാ പണ്ഡിതനും ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ സീനിയർ അധ്യാപകനുമായ ഡോക്ടർ ജിതേഷ് കുട്ടികളുടെ ആശയ സംവാദത്തിന് നേതൃത്വം നൽകി. മസ്കറ്റിലെ ISC മലയാളം വിങ് ഹാളിൽ വച്ചായിരുന്നു പരിപാടി. ഒമാനിൽ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് മലയാളം വിഭാഗം കുട്ടികളുടെ സംവാദം സംഘടിപ്പിച്ചു. മസ്കറ്റിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് മലയാളം വിഭാഗം ഹാളിൽ വെച്ചായിരുന്നു മത്സരം സംഘടിപ്പിച്ചത്. 10 കുട്ടികൾ വീതം 2 വിഭാഗമായി നടത്തിയ മത്സരം കുട്ടികൾ ഉത്സവലഹരിയിൽ ആഘോഷിച്ചു. മസ്കറ്റിലെ ഇന്ത്യൻ സ്കൂൾ മലയാളം വിഭാഗം സീനിയർ അധ്യാപകനായ ഡോക്ടർ ജിതേഷ് ആയിരുന്നു കുട്ടികളുടെ ചർച്ചയെ നയിച്ചത്. ഇന്ത്യൻ സ്കൂൾ അധ്യാപകനായ ശ്രീ പ്രമോദ് KVയും മസ്കറ്റിലെ സാംസ്കാരിക പ്രവർത്തകനും കലാകാരനുമായ റജുലാൽ റഫീഖ് എന്നിവർ വിധികർത്താക്കളുമായിരുന്നു. ടീം A എന്നും B എന്നും 2 വിഭാഗമായി നടത്തിയ മത്സരത്തിൽ ടീം B യെ വിജയികളായി പ്രഖ്യാപിച്ചു. സംവാദത്തിൽ മത്സരത്തിലെ ഇരുപക്ഷത്തിലെയും അംഗങ്ങളിൽ നിന്നും ബെസ്റ്റ് സ്പീക്കറായി നന്ദന ശ്രീനിവാസനെയും ശ്രീയുക്ത പ്രകാശിനെയും തിരഞ്ഞെടുത്തു. പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികളെയും ചർച്ച നയിച്ച അധ്യാപകനെയും വിധികർത്താക്കളെയും വേദിയിൽ വെച്ച് ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് മലയാളം വിഭാഗം കൺവീനർ അജിത് വാസുദേവ് ആദരിച്ചു. കുട്ടികൾക്കായി നടത്തിയ ഈ മലയാളം ഭാഷാ സംവാദം വളരെ വിരളമായിട്ടാണ് ഗൾഫ് നാടുകളിൽ കാണുന്നതെന്നും അതിന് മുൻകൈയെടുത്ത ഭാരവാഹികളെയും വിധികർത്താക്കളെയും ചർച്ച നയിച്ച ഡോക്ടർ ജിതേഷ് പ്രത്യേകം അഭിനന്ദിച്ചു. ഒരുപക്ഷെ ഈ മസ്കറ്റിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും മലയാളത്തിൽ ഇങ്ങനെ ഒരു സംവാദ സദസ്സ് നടക്കുന്നത്. കുട്ടികൾ അവരുടെ ഏറ്റവും മികച്ച അവതരണ രീതി കൊണ്ടും അവരുടെ ആത്മവിശ്വാസം കൊണ്ടൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് അവതരിപ്പിച്ച ഒരു നിലവാരം നിറഞ്ഞ പരിപാടിയായിട്ട് ഇത് മാറി. പ്രത്യേകിച്ച് 2-3 മണിക്കൂറോളം കുട്ടികളുടെ കയ്യിൽ വാക്കുകൾ ഭദ്രമായിരുന്നു, അവരുടെ ആശയം ഭദ്രമായിരുന്നു. ഒരുപക്ഷെ മുതിർന്നവർ ചിന്തിക്കുന്നതിന്റെ അത്രയും തന്നെ ഉയർന്ന തലത്തിൽ നമ്മുടെ മക്കൾ വളരെ വ്യക്തവും ശക്തവുമായിട്ട് ആശയം അവതരിപ്പിച്ചു. അത് കുട്ടികളുടെ ഭാഷാശേഷിയെയും അവരുടെ സർഗസിദ്ധിയെയും സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള അവരുടെ കഴിവിനെയും ഒക്കെ വളർത്തുവാനായിട്ട് ഒരു വലിയ ഉപാധിയാണ് സംവാദം എന്ന് നമുക്ക് എളുപ്പം തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടിയായി. മലയാളം വിഭാഗത്തിന് പ്രത്യേകിച്ച് അഭിമാനിക്കാം. ഇങ്ങനൊരു വലിയൊരു ചടങ്ങ്, വലിയൊരു അവസരം കുട്ടികൾക്ക് ഒരുക്കി കൊടുത്തതിൽ പ്രത്യേക ആശംസകൾ മലയാള വിഭാഗം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഡിബേറ്റ് പങ്കെടുക്കാൻ പറ്റിയതിൽ നല്ല സന്തോഷമുണ്ട്. ഞങ്ങളുടെ ടീം എല്ലാം സൂപ്പർ വൈബായിരുന്നു. മലയാളം വിങ്ങിന് താങ്ക്സ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യത്തെ വർഷം ഞാൻ ഒരു ഡിബേറ്റ് ചെയ്യണ. താങ്ക്സ് മലയാളം. കുട്ടികളിലെ ആശയങ്ങളും ഭാഷാ നൈപുണ്യവും വളരുവാൻ ഇത്തരം സംവാദ പരിപാടികൾക്ക് വളരെ പ്രാധാന്യമുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മലയാളം വിങ് കുട്ടികളുടെ വിഭാഗം സെക്രട്ടറി അജിത് കുമാർ, ജോയിന്റ് സെക്രട്ടറി മാനസ രാജീവ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പത്മചന്ദ്ര പ്രകാശ്, ജനം, ഒമാൻ.